ഓരോ മക്കളും വീട്ടിൽ കൊണ്ടുപോയി നോക്കുന്നു എന്ന കാരണത്തിന്റെ പേരിൽ ഒരുപാട് രക്ഷിതാക്കളെ മനസ്സറിഞ്ഞ് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്. അള്ളാന്റെ ഹബീബ നബി തങ്ങളിലൂടെ റസൂലെ, ദുനിയാവിൽ പലതും ഞാൻ നീക്കിവെക്കും ശിക്ഷ കൊടുക്കാതെ, പക്ഷെ ഒരു കാര്യം ഞാൻ വേഗം കൊടുക്കും. സഹാബത്ത് ചോദിച്ച്, ഏതാ റസൂലെ? ഉഖൂഖൽ ഉമ്മഹാത്ത്, മാതാപിതാക്കളെ മനസ്സ് വേദനിപ്പിച്ച മക്കൾക്കുള്ള ശിക്ഷ. മാതാപിതാക്കളുടെ ഹൃദയം വേദനിപ്പിച്ച മക്കൾക്കുള്ള തീരുമാനം അള്ളാഹു എളുപ്പത്തിൽ നടപ്പിലാക്കും. മറ്റൊരു ഹദീസിൽ കാണാം, ഏതൊരു മനുഷ്യനും ഖബറിൽ അള്ളാഹു ചില ഇളവുകൾ നൽകും. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദിനരാത്രങ്ങളിൽ, പെരുന്നാളിന്റെ ദിനം, ലൈലത്തുൽ ഖദറിന്റെ ദിനം, ഇതുപോലെ റബ്ബിനേറെ ഇഷ്ടപ്പെടുന്ന ദിനങ്ങളിൽ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹ് ചെറിയ ഇളവുകൾ കൊടുക്കും. ആ ഇളവുകൾ അവർക്ക് കൊടുക്കാനുള്ള കാരണം അവരുടെ മാതാപിതാക്കളോട് അവരേറ്റവും മര്യാദയോടെ പെരുമാറി എന്ന കാരണത്തിന്റെ പേരിലാണ്. ആ ഇളവ് അള്ളാഹു ഒരു കൂട്ടർക്ക് കൊടുക്കുന്നില്ല. സഹാബത്ത് ചോദിച്ചു, റസൂലേ, ആർക്കാണ് അള്ളാഹു താല ആ ഇളവ് കൊടുക്കാത്ത? റസൂലുള്ള കണ്ണുനീരോടെ പറഞ്ഞു, ഉഖൂഖൽ ഉമ്മഹാത്ത്, മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കൾക്ക് ഖബറിൽ പോലും പടച്ചോൻ ഒരു സമാധാനം കൊടുക്കൂല, സ്വൈര്യം കൊടുക്കൂല, ഒരളവ് കൊടുക്കൂല. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, അള്ളാഹ് നമ്മൾക്ക് തന്ന ആദ്യത്തെ ജീവിതത്തിലെ ഒരു ഘട്ടം, ഒരു പദവി മക്കൾ എന്ന പദവിയാണ്. ആ പദവി ചെറുപ്പ കാലഘട്ടത്തിൽ സ്നേഹമായും വാർദ്ധക്യ കാലഘട്ടത്തിൽ സംരക്ഷണമായും നമ്മളെ മാതാപിതാക്കൾക്ക് നമ്മൾ തിരിച്ചു കൊടുക്കണം. ഓരോ ഘട്ടത്തിലും അത് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഒരു കവി പാടിയതുപോലെ, തൊട്ടിലാട്ടിയ കൈകൾ തൊട്ട കാലം മറന്നു ഞാൻ, പൊട്ടിയ വയറിന്റെ വേദന കേട്ട കാലം മറന്നു ഞാൻ. ഒരു കവി ഉമ്മയെ വർണ്ണിച്ചതാ. ഒരുപാട് തൊട്ടിലാട്ടിയ കൈകൾ, മക്കൾക്ക് വേണ്ടി പല രാത്രികളിലും പാട്ടുപാടി, മക്കൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുമ്പോഴേക്കും അവന്റെ അടിഭാഗത്തുള്ള നനഞ്ഞത് മാറ്റി പുതിയത് വെച്ച് രാവുകളിൽ പലതിലും ഉറക്കം വരാതെ മക്കൾക്ക് വേണ്ടി ആയുസ് നീട്ടിവെച്ച ഉമ്മ, തൊട്ടിലാട്ടിയ കൈകൾ തൊട്ട കാലം മറന്നു ഞാൻ. ആ ഉമ്മാന്റെ കയ്യൊന്ന് തൊട്ടവര് അപൂർവ. ഒന്ന് കൈ പിടിച്ചിട്ട് സലാം പറഞ്ഞ് അണച്ചൂട്ടിയിട്ട് ഒരു ഉമ്മ കൊടുക്കല് മരിച്ചിട്ട് കൊടുക്കുന്ന മറ്റേത് കാര്യത്തിനേക്കാളും പുണ്യമുള്ളതാണ്. ഇന്ന് ഞാൻ പറയാറുണ്ട്, ഉമ്മയൊക്കെ മരിച്ചാൽ ചിലർ പള്ളിയിൽ വരും, മൗലവിമാരോട് ദ്വാരക്കാൻ പറയാൻ. എന്നിട്ട് പറയും, ഉമ്മ മരിച്ചുപോയി, അവളൊന്ന് ദ്വാരക്കണം. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്താണെന്നറിയോ? ഉമ്മക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു കൊടുത്താൽ എന്റെ ഉമ്മാക്ക് കിട്ടിയ ഖബറിലേക്ക്? ഞാൻ പള്ളിക്ക് 100 ആക്ക് സിമെന്റ് തരട്ടെ, എത്തിങ്കാനൊക്കെ ഞാൻ 10 ആക്ക് അരി കൊടുക്കട്ടെ? മനുഷ്യരെ ജീവിച്ചിരിക്കുമ്പം ഒന്ന് കൈ പിടിച്ച്, ഒന്ന് സലാം പറഞ്ഞ്, ഒന്ന് അണച്ചുകൂട്ടി, ഒരു ദിവസത്തിൽ അര ദിവസമെങ്കിലും ലീവ് എടുത്ത് അവർക്ക് വേണ്ടി പരിചരണത്തിനും കൂടെയുണ്ടെന്നും തോന്നിപ്പിച്ചാലുണ്ടല്ലോ, 100 അല്ല 1000 ചാക്ക് സിമെന്റ് കൊടുക്കുന്നതിനേക്കാളും പുണ്യ. പക്ഷെ ചില മക്കൾക്ക് അത് തോന്നും, അമ്മയും ബാപ്പയും മണ്ണിന്റെ അടിയിൽ എത്തിയാലും മാത്രമാണ്. അത് അള്ളാഹ് മക്കൾക്ക് കൊടുക്കുന്ന ഒരു പരീക്ഷണം കൂടിയാണ്. ആ വേദനയും നെഞ്ചിന്റെ പൊട്ടലും ആ നീറുന്ന ഹൃദയവുമായിട്ട് അള്ളാഹ് ജീവിപ്പിക്കുന്ന ബാക്കി കാലുണ്ടല്ലോ, അത് അള്ളാഹ് മക്കൾക്ക് കൊടുക്കുന്ന ദുനിയാവിലെ ആദ്യത്തെ ശിക്ഷയാണെന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പലതും അവരുടെ ത്യാഗത്തിന്റെയും നൊമ്പരത്തിന്റെയും അടയാളങ്ങളായിരുന്നെങ്കിൽ, നമ്മൾ പറയാറില്ലേ, പല വാപ്പാരും ശരീരം പോലും നോക്കാതെ അധ്വാനിച്ചത് മക്കൾക്ക് വേണ്ടിയാ. ഈ കാണുന്ന സൗകര്യങ്ങളോ സമ്പത്തുകളോ കണ്ടുപിടുത്തങ്ങളോ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അത്രമാത്രം നമ്മളെ സ്നേഹിച്ച്, അത്രമാത്രം നമ്മളെ സംരക്ഷിച്ചിട്ടും നല്ലൊരു വാക്കോ നല്ലൊരു പെരുമാറ്റോ നല്ലൊരു സ്നേഹമോ കിട്ടാതെയാണ് നമ്മളെ വീട്ടിന്റെ അകത്തളങ്ങളിൽ നിന്ന് പടച്ചോന്റെ മലക്കുകളുടെ കൈകളിലേക്ക് ആ സാധുക്കൾ മടങ്ങിയതെങ്കിൽ, അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതുപോലെ ഉറപ്പിച്ചോളൂ, അത് അനുഭവിക്കാതെ ഒരു മക്കളും പടച്ചോന്റെ ദുനിയാവ് വിട്ടുകടക്കൂല. ഇന്ന് അള്ളാൻ അന്വേഷിച്ചിട്ട് ആൾക്കാർ പരക്കം പായ പള്ളികളിൽ, അള്ളാഹുവിനെ തേടി ഹറമുകളിൽ, അള്ളാഹുവിനെ തേടി ദുനിയാവിൽ പല സ്ഥലത്തും ജനങ്ങൾ അലഞ്ഞോണ്ടിരിക്കുക. നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണണോ? നിങ്ങളുടെ ഉമ്മാന്റെ പുഞ്ചിരിയിൽ അള്ളാഹുണ്ട്. നിങ്ങളെ വാപ്പാന്റെ ആശ്വാസത്തിന്റെ നെടുവീർപ്പിൽ നിങ്ങൾക്ക് അള്ളാഹിനെ കാണാൻ പറ്റും. അതുകൊണ്ടാ റബ്ബ് പറഞ്ഞതും, ഒരു ഉമ്മയുടെ തൃപ്തിയിലാണ് പടച്ചോന്റെ ബർക്കത്ത്, ഒരു വാപ്പയുടെ തൃപ്തിയിലാണ് പടച്ചോന്റെ ബർക്കത്ത്, ഒരു മാതാപിതാക്കളുടെ ദേഷ്യത്തിലാണ് അള്ളാഹുവിന്റെ കോപമെന്ന് ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ആ മാതാപിതാക്കളോട് അതേ മര്യാദയോടെ പെരുമാറാൻ നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയാമോ? ചിലര് മറ്റുള്ളവരെ ഏൽപ്പിക്കും. ഞാൻ പറയാറുണ്ട്, അത് നോക്കണ്ട. ചിലര് മക്കൾ നോക്കൂല, ചിലര് നമ്മളെ ഏൽപ്പിച്ച് മുങ്ങിക്കളയും. അപ്പൊ നമ്മൾ വാശി വിചാരിച്ചിട്ട് എല്ലാരും ഇതും അല്ലേ, എല്ലാരും നോക്കണ്ടേ എന്ന ദേഷ്യമൊന്നും വിചാരിക്കണ്ട. നമുക്ക് കിട്ടിയ നമുക്ക് പുണ്യം.
ഞാൻ നോക്കുന്നതിന് എനിക്ക് ഒരിക്കലും അല്ല ഒരു കുറവ് വരുത്തൂല, ഞാൻ നോക്കിയതിന് എനിക്ക് ഉണ്ടാവും എന്ന ചിന്ത വെച്ചാൽ മതി. എല്ലാരും നോക്കട്ടെ, ഒക്കുണ്ടോയാൽ എന്താ, ബനു ഉണ്ടായാൽ എന്താ, ഇവർക്കൊന്ന് വന്നോക്കിയാൽ എന്താ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ നോക്കുന്നതോടും കൂടി നഷ്ടപ്പെട്ടു പോവുകയാണ്. കാരണം നമ്മൾ നോക്കുന്നതിന്റെ കണക്ക് നമ്മൾ ഇങ്ങനെ പറയും, നമ്മൾ നോക്കുന്നതിന്റെ കണക്ക് നമ്മളെ മനസ്സിലുണ്ടാവും. ചെലവാക്കിയതിന്റെ കണക്ക്, കുണ്ടോയതിന്റെ കണക്ക്, നോക്കിയതിന്റെ കണക്ക്, അവര് വരാത്തതിന്റെ കണക്ക്, അവര് വന്നു നോക്കാത്തതിന്റെ കണക്ക്. അപ്പൊ എന്തായി? നമ്മളെ അമല് കൂടി നഷ്ടപ്പെടുക. നമ്മൾ എന്ത് ചെയ്താലും അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചല്ലോ, ഫമൻ യഅമലു മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമലു മിസ്കാല ദർറത്തിൻ ശർറൻ യറ. ഒരണുമണി തൂക്കം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അത് കിട്ടും. നമ്മളത് ആഗ്രഹിക്കുന്ന ഒരു സമയം ഉണ്ടാകും. അതെവിടെയാണെന്നറിയോ? അള്ളാഹുവിന്റെ മണ്ണിൽ ഒരിക്കൽ ഒരു കബറിന്റെ അരികിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോകുമ്പോ ആ കബറിന്റെ നനവ് മാറിയിട്ടില്ല. നല്ല നനഞ്ഞ മണ്ണ്. റസൂലുള്ളാഹ് കബറിലേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് പറയുന്നുണ്ട്, ഈ സമയം ഈ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിന്റെ കൂലിയെങ്കിലും പടച്ചോനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവനായിരിക്കും ഈ കബറിലുള്ളവൻ എന്ന് അള്ളാന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, നാളെ പടച്ച റബ്ബിന്റെ മണ്ണ് കടക്കുമ്പം റബ്ബേ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ സമയത്ത് നമ്മൾ ചെയ്ത ചെറുതും വലുതുമായ സർവ്വ കാര്യങ്ങളും അല്ല നമുക്ക് അവിടെ തരും. അത് ആഗ്രഹിച്ചാൽ മതി. അങ്ങനെ ഒരു ആഗ്രഹവും ചിന്തയും നമ്മളെ മനസ്സിലുണ്ട്. ഉമ്മനെയും വാപ്പനെയും നോക്കുന്നതിൽ ഒരു കണക്കുണ്ടാവില്ല. നോക്കുന്നതിന് നമ്മൾ പരാതി പറയൂല. ഒരിക്കലും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതിന് നമുക്കൊരു ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വിഷമമോ മറ്റുള്ളവർ നോക്കാത്തതിന്റെ ദേഷ്യമോ നമുക്ക് തോന്നൂല. ഞാൻ ചെയ്താൽ എനിക്ക് കിട്ടും എന്നുള്ളൊരു ബോധം ഉണ്ടാവണം. ഇന്ന് രക്ഷിതാക്കൾ സംരക്ഷിക്കപ്പെടാനും കുടുംബം സന്തോഷത്തോടെ പോകാനുള്ള ഏറ്റവും വലിയൊരു ചിന്ത ഏതാ? നമ്മൾ ചെയ്താൽ നമുക്ക് കിട്ടും. മറ്റുള്ളവർ നോക്കിയിട്ടില്ലേ അവരനുഭവിക്കും. കാരണം ഈ ലോകത്തൊരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ എന്തനുഭവിക്കണം എന്ന് തീരുമാനിക്കുന്നത് അവന്റെ പണമോ അവന്റെ സൗകര്യമോ അവന്റെ സ്റ്റാറ്റസോ നാട്ടിലുള്ള പദവിയോ ഇതൊന്നുമല്ല. അത് അള്ളാഹ് കളായിട്ടിട്ടുണ്ടാവും. അത് മനുഷ്യൻ അനുഭവിക്കുകയും ചെയ്യും, മനുഷ്യന് കിട്ടുകയും ചെയ്യും. അതിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ പറയാറുണ്ട്, നമുക്കൊക്കെ വേണ്ടി മയ്യത്ത് നിസ്കരിക്കാനും ആരുടെ ഹൃദയത്തിൽ നിന്നാ നമുക്ക് അനുകൂലമായ ഒരു പ്രാർത്ഥന വരാനും അറിയൂല മനുഷ്യരെ. നമ്മൾ ചിലപ്പോൾ സ്നേഹിക്കുന്ന നമ്മളെ മിത്രങ്ങളാന്ന് പറയുന്ന ആൾക്കാർ പോലും നമുക്ക് നല്ലോണം ദ്വാരുന്നോണമെന്നില്ല. നമ്മൾ കൂടെ ഉണ്ടാകുന്ന വിചാരിക്കുന്നവർ പോലും നമ്മളെ മയ്യത്തുസ്കാരത്തിന് ഹൃദയം തുറന്ന് റബ്ബിന് ഇഷ്ടപ്പെട്ട അനുകൂലമായ റബ്ബിന് താല്പര്യമുള്ള ഒരു ദിക്ർ അവരെ നാവുമെന്ന് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഉണ്ടാവാറുണ്ടോ? ഇക്കഴിഞ്ഞ എത്ര വർഷങ്ങൾക്കിടയിൽ എത്ര പേരങ്ങൾ എരഞ്ഞിക്കലക്കായിട്ട് മയ്യത്ത് മറവാടിയിട്ടുണ്ട്. ഇപ്പൊ തൊട്ട് മുൻപ് നിസ്കരിച്ച നിസ്കാരത്തിൽ ഒരു തവണയെങ്കിലും ആ മരിച്ചോയെ നമ്മൾ ആലോചിച്ചോ? ഒരു തവണയെങ്കിലും അവർക്ക് വേണ്ടി നമ്മൾ ദുആരുന്നോ? നമുക്ക് പ്രാർത്ഥിക്കുന്ന ഹൃദയങ്ങൾ അല്ലാഹു തആല ഉണ്ടാക്കി തരും, നമ്മളെ നിയ്യത്തും മനസ്സും നല്ലതാണെങ്കിൽ. ഇനി അഥവാ നാളെ പരലോകത്ത് അള്ളാന്റെ ഹബീബ നബി തങ്ങൾ പറഞ്ഞല്ലോ, ഒരു ജീവിതത്തിൽ ഒരു മക്കൾ പോലും ഏറ്റവും സുരക്ഷിതരാവുന്നത് മാതാപിതാക്കളുടെ ഹൃദയത്തിന്റെയും നാവിന്റെയും ബലം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദുനിയാവിൽ നമ്മൾ ആഗ്രഹിക്കുന്നവരിലൂടെ ആയിരിക്കില്ല അല്ലാഹു തആല നമുക്ക് സംരക്ഷണം നൽകുക, അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥനകൾ നൽകുക. ഞാൻ പറയാറുണ്ട്, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പത്രത്തിൽ ഒരു മരണവാർത്ത വന്നിരുന്നു. നിങ്ങൾ എത്ര ആൾ വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഒരു നാട്ടുകാർ ഒന്നാകെ കൊടുത്തൊരു വാർത്തയാണ്. അടവാട് എന്ന പ്രദേശത്തുള്ള ഒരു ഉമ്മ, ചെറുപ്പത്തിലെ വാപ്പയമ്മയും മരിച്ചുപോയി. അവസാനം 38-ാം വയസ്സിലെങ്ങാൻ ഒരാൾ വന്ന് കല്യാണം കഴിച്ചു, അയാൾ വിട്ടേച്ചു പോയി. പിന്നീട് 75 വയസ്സ് 78 വയസ്സ് വരെ ആ ഉമ്മ ഒറ്റക്ക, ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു ഓടിട്ട വീട്ടിൽ, കാണാൻ അത്ര ഭംഗിയില്ലാത്ത കറുത്ത ശരീരപാഠങ്ങളുള്ള ഒരു ഉമ്മ. ആ ഉമ്മ കണ്ടവന്റെ അടുക്കളയിൽ എച്ചില് പാത്രങ്ങൾ എടുത്തിട്ടും കല്യാണ പുരയിൽ പണിയെടുത്തു കൊടുത്തിട്ടും പുല്ലരിഞ്ഞിട്ടും ഒക്കെയാ ജീവിക്കല്. പക്ഷെ ആ ഉമ്മാന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് നാട്ടുകാർ തന്നെ പറയുന്നത്, കല്യാണ വീട്ടിലൊക്കെ ആളുകൾ പെണ്ണുങ്ങൾ കൂട്ടം കൂടി ഇങ്ങനെ രാത്രി സംസാരിച്ച്, ഇവിടെ അറിയൂലേ ഈബത്തൊക്കെ പറഞ്ഞിരിക്കുമ്പോ ഈ ഉമ്മ ആ വീട്ടിലുള്ള തേങ്ങ അരഞ്ഞിട്ടും തേങ്ങ അരച്ചു കൊടുക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പുറക്കെ പറയുമല്ലേ, നീച്ച് പോയിക്കാണി പെണ്ണുങ്ങളെ പച്ചർച്ചി തിന്നാണ്ട്. അതായിരുന്നു ഉമ്മാന്റെ ഒരു ക്വാളിറ്റി. അന്ന് ആൾക്കാരൊക്കെ ഉമ്മാനോട് ചോദിച്ചിട്ടുണ്ടോ അല്ലെ പരിഹാസത്തോടു കൂടി, പാത്തുമ്മ നിങ്ങൾക്ക് ആരാ മയ്യത്ത് നിസ്കരിക്കുക, ആരാപ്പങ്ങളെ മയ്യത്ത് കുളിപ്പിക്കാണ്ടാകുക, ഞങ്ങളൊക്കെ തന്നെ ഉണ്ടാവൂട്ടോ എന്ന് തമാശയായിട്ടെന്ന് പറയലുണ്ടായിരുന്നു എന്നാ. അവസാനം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ആ ഉമ്മ ജോലി ചെയ്ത വീട്ടിലുള്ള ആളോട് പറഞ്ഞു പോലും, സാധാരണ ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്താലും ചെറിയ പൈസ കൊടുക്കുക, കൂടുതൽ ചോദിച്ചു എന്ന് എനിക്കൊരു 50-ഓ 100-ഓ കൂട്ടി തരണം. അവര് ചോദിച്ചു പോലും, എന്തിന്, നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോ എന്തിനാ അത്ര പൈസ? ആ ഉമ്മ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് പടച്ചോന്റെ കഅബയൊന്ന് കാണണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതല്ല ചിലരുടെ ഹൃദയത്തിൽ ഇട്ട് കൊടുക്കുന്ന ഒരു ചിന്തയാണ്. കണ്ടമാനം മുതലുണ്ടായിട്ടും ഉംറയും ഹജ്ജും ചെയ്യാത്ത മനുഷ്യന്മാരുണ്ട്.
കൂട്ടി വെക്കുക ദുനിയാവില്. ഇഷ്ടം പോലെ. ഞാൻ പറയാറുണ്ട്, ഒരു പെണ്ണിന്റെ കൈമലുള്ളത് മാത്രം എടുത്താൽ മതി ഒരു പെണ്ണിന് ഹജ്ജിന് പോകാൻ. 3 വള 1.5 പവൻ 1.5 ലക്ഷം, 3 പവൻ 1.5 ലക്ഷം, കൈത്തിലുള്ള മാല 1.5 ലക്ഷം 3 ലക്ഷം, 2 മോതിരം 3.5 ലക്ഷം, കാലുമല് പാദസരന്റെ 2 ലക്ഷം 5.5 ലക്ഷം. ചുരുങ്ങിയത് 1.25 ലക്ഷം രൂപ എടുക്കാനില്ലാത്ത ഒരാളുണ്ടാവില്ല. ഞാൻ പറയുന്നത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയല്ല, എന്നാലും ഒരു മനസ്സിലൊരു ചിന്ത വരണ്ടേ, പടച്ചോനെ എനിക്ക് അള്ളാന്റെ കഅബയൊന്ന് കാണണം, കൺകുളിർക്ക് അവിടെ ഒന്ന് ചെല്ലണം, അള്ളാഹ്ക്ക് തൽബിയത്ത് ഒന്ന് ചെല്ലണം, ഹൃദയം നുറങ്ങുന്ന വേദനയോടെ പടച്ചോനോട് ഹൃദയം തുറന്ന് സംസാരിക്കണം. ഇതൊന്നും വരൂല. അത് പടച്ചോൻ ഇട്ടിരുന്ന ഒരു നനവ. അത് കണ്ടമാനം മുതലുള്ളവർക്ക് ഉണ്ടാവില്ല, തീരെ മുതലില്ലാത്തവർക്ക് ഉണ്ടാവില്ല. അത് അള്ളാഹ് ഇട്ടിരുന്ന ഒരു നനവ ചിലരുടെ ഹൃദയത്തിൽ. ആ ഉമ്മാക്ക് അതുണ്ട്. അവസാനം സമ്പാദിച്ച് ആ ഉമ്മ പോയി. നോമ്പിന്റെ ഒരു 1.5 മാസം മുൻപ് ഹറമിലെത്തി. 6 ദിവസം ഹറമിൽ എല്ലാ വക്തിനും കൂടെ പോയ അമീർ പറയുന്നുണ്ട്, ഒരു വക്തും ആ ഉമ്മ ഒഴിവാക്കിയിട്ടില്ല. രാത്രി നിസ്കാരം പോലും നിർവഹിച്ചിട്ട് ആ റൂമിക്ക് വരിക. ഭക്ഷണം നിർബന്ധമല്ല. വന്നാൽ എന്തെങ്കിലും കഞ്ഞിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളമോ കുടിച്ചിട്ട് ഉമ്മ കിടക്കും. അവസാനം 7ാമത്തെ ദിവസം മദീനയിലേക്ക് പുറപ്പെട്ടു. റൗള ഷരീഫിലെത്തി. 2 റക്അത്ത് നിസ്കരിച്ചു. അന്ന് ഇശാഇന് ശേഷം ആ പള്ളിയിൽ നിന്ന് ആളുകളുടെ കൂടെ റൂമിലേക്ക് മടങ്ങി. പിറ്റേന്ന് നേരം വെളുത്തപ്പം നാട് അറിഞ്ഞത്, ആ കൂട്ടരറിഞ്ഞത് ആ ഉമ്മ മരിച്ചു കിടക്കുന്നു എന്നാണ്. പിന്നെ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നായിരുന്നു. മദീന മുനവ്വറയിൽ ചേർന്നുള്ള മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന പെൺകുട്ടികൾ വന്നു. എന്തിന്? ഉമ്മാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ. അള്ളാന്റെ ഖുർആനും ഹദീസും വേർതിരിച്ച് പഠിച്ച് ലോകത്തിന്റെ നാനാഭാഗത്ത് ദീന് പഠിപ്പിക്കാൻ പുറപ്പെടുന്ന മദീന മുനവ്വറയോട് ചേർന്ന് നിൽക്കുന്ന മദീന യൂണിവേഴ്സിറ്റിയിലെ സ്ത്രീകള്, പെൺകുട്ടികള് ഉമ്മാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ വന്നു. കുളിപ്പിച്ച മയ്യത്തെടുത്ത് മദീന പള്ളിയുടെ 1ാമത്തെ സഫിൽ റൗള ഷരീഫിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ തൊട്ടടുത്ത് റൗള ഷരീഫിൽ കൻസുൻ മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ തോപ്പെന്ന് പരിചയപ്പെടുത്തപ്പെട്ട റൗളയിൽ വെച്ച് മദീന ഇമാം ആ ഉമ്മാക്ക് വേണ്ടി മയ്യത്തിന് നേതൃത്വം കൊടുത്തു. നിസ്കരിച്ചു. ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് കയറി വന്ന ലക്ഷക്കണക്കിന് വിശ്വാസികൾ ആ ഉമ്മാക്ക് വേണ്ടി പടച്ചറബിനോട് ഇസ്തിഗ്ഫാർ നടത്തി, പ്രാർത്ഥിച്ചു. അവസാനം മയ്യത്ത് മറമാടാൻ കൊണ്ടുപോകുമ്പം ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ആ മയ്യത്തിന്റെ പിന്നാലെ കൂടി. എന്തിന്? ഉമ്മയില്ലാത്ത, വാപ്പയില്ലാത്ത, മക്കളില്ലാത്ത ആ ഉമ്മാന്റെ മയ്യത്ത് കട്ടിൽ തോളിലെടുക്കാൻ 1000 പേരോളമുള്ള ആളുകളുടെ അകമ്പടിയോടെ തോളിൽ മാറി മാറി ആ ഉമ്മാനെ ലോകത്തിന്റെ ഹബീബായ നബിത്തങ്ങളും സഹാബത്തും കിടക്കുന്ന മദീന പള്ളിയോട് ചേർന്നുള്ള ബഖീഉൽ അർഖദ് എന്ന മണൽത്തരീന്റെ താഴെ പടച്ചോൻ മറമാടിച്ചു. അള്ളാഹ് തീരുമാനിക്കും മനുഷ്യരെ നമ്മളെ നിയ്യത്തിനനുസരിച്ച് ആര് വരണം, എങ്ങനത്തെ ഒരു ഇസ്തിഗ്ഫാർ നമുക്ക് കിട്ടണമെന്ന്. നമ്മളെ പദവിയും പത്രാസും പോരാ. ഹൃദയം തുറന്ന് നമുക്ക് വേണ്ടി അനുകൂലമായി പ്രാർത്ഥിക്കുന്ന ഹൃദയങ്ങൾ നമ്മളെ തേടി വരണമെങ്കിൽ നമ്മളെ മാതാപിതാക്കളോടും കുടുംബത്തോടും സമൂഹത്തോടും മര്യാദയോടെയും മാന്യതയോടെയും പെരുമാറുന്ന മക്കളാവണം, കുടുംബങ്ങളാവണം. എങ്കിൽ പടച്ചോൻ കൊണ്ടെത്തരും മയ്യത്ത് നിസ്കരിക്കാൻ ആളെ. അറിയാത്ത ആളെ. ഞാൻ പറയാറുണ്ട്, നാട്ടിലൊരുത്ത മയ്യത്ത് നിസ്കരിക്കാൻ നിന്നു. ആർക്കാ മയ്യത്ത് ഉപകാരപ്പെടുക? മൻ മാത്ത ഫയഖൂമു അലാ ജനാസതി 40 റജുലൻ. 40 പേര് മയ്യത്ത് നിസ്കരിക്കാൻ നിന്നാൽ ആ 40 ആളുകളുടെ ശുപാർശ അള്ളാഹു സ്വീകരിക്കുന്ന ആ 40 പേര് ആരാവണം? ലാ തുശ്രിക് ബില്ലാഹി ഷൈഅൻ, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. അള്ളാഹുവിന്റെ റസൂലുള്ളാനെ സ്വീകരിച്ച് ജീവിക്കുന്നവരാകണം. അതിനേക്കാൾ ഏറെ ഈ ദുനിയാവ് നശ്വരമാണ്, ഏത് നിമിഷവും തിരിച്ചു പോകേണ്ടതാണെന്ന ബോധത്തിൽ ദുനിയാവിന് പ്രാധാന്യം കൊടുക്കാതെ ജീവിച്ചവരാകണം. അങ്ങനത്തെ 40 ആൾ ഇന്ത്യകളെ മയ്യത്ത് നിസ്കരിക്കാൻ വരുമോ? വന്നോല്ല എത്ര പേര് ആ മനസ്സുള്ളവരുണ്ടാവും. എത്രയോ മനുഷ്യന്മാർ കുടുംബം മണങ്ങി നടക്കുന്നവരും ആരാനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയവരും സ്വന്തം ബന്ധുക്കളുടെ അതിർത്തി അളന്ന് തിട്ടപ്പെടുത്തി അക്രമത്തിലൂടെ നേടിയവരും ഇപ്പോഴും കേസുമായിട്ട് നടക്കുന്നവരും തുറന്ന നാട്ടുകാരെ പച്ചർച്ചി തിന്നുന്നവരും സ്വന്തം കുടുംബത്തോട് പോലും നീതി കാണിക്കാത്തവരുമാണ് നമുക്ക് മയ്യത്ത് നിസ്കരിക്കാൻ ബേക്കിൽ വന്ന് നിൽക്കുന്നതെങ്കിൽ ഒരുത്തന്റെ നാവുമെന്ന് വരുന്ന ദിക്റും പടച്ചോന്റെ അടുത്തെത്തൂല. ഒരാളെ നാവിന്റെ ദിക്റ് പോലും നമുക്ക് ഖബറിലേക്ക് ഗുണം ചെയ്യയില്ല. അതിനർത്ഥം മയ്യത്ത് നിസ്കരിക്കാൻ വരണ്ടാന്നൊന്നല്ല. നമുക്ക് അങ്ങനെ ഒരാളെ ദിക്റ് ഉപകാരപ്പെടണേ, നമ്മൾ ചെന്നിക്കുന്ന മയ്യത്ത് നിസ്കാരത്തിൽ ആ മനസ്സിലേക്ക് പോയിക്കണം, ആ ഹൃദയമായിട്ട് പ്രാർത്ഥിക്കാൻ നിൽക്കണം. എന്നാൽ നമുക്കും അല്ലാഹു തആല അതിനെ ആളെത്തിച്ചേരും. അതുകൊണ്ട് തന്നെ ആ പടച്ചോൻ നമുക്ക് ഉപകാരപ്പെടുന്ന ഏറ്റവും നല്ലൊരു ദിക്റ് മാതാപിതാക്കളുടെ നാവിൽ നിന്നും വരുന്ന ദിക്റാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, പടച്ചോൻ ബന്ധങ്ങളൊക്കെ ഏൽപ്പിച്ച് തന്നപ്പോൾ പറഞ്ഞു ബന്ധം മുറിക്കലൊക്കെ നിഷിദ്ധമാണ്. നമ്മുടെ കുടുംബത്തിൽ നമുക്കുണ്ടാവേണ്ട ഏറ്റവും വലിയൊരു സമ്പാദ്യം എന്താണെന്നറിയോ? അത് വലിയ വീടോ നാട്ടിലുള്ള സൽപ്പേരോ പത്രാസോ ഒന്നും അല്ല, മറിച്ച് നമ്മൾ നമ്മുടെ കുടുംബത്തിന്റെ വലിയൊരു സമ്പാദ്യമാവണം. എല്ലാ അർത്ഥത്തിലും നമ്മളുള്ള കാലത്തായിരുന്നു കുടുംബത്തിൽ ഒരുപാട് നന്മകൾ വന്നതും
കുടുംബങ്ങളൊക്കെ ചേർന്ന് നിന്നതുമെന്നും നമ്മളെ മരണശേഷം നമ്മളെ പറ്റി ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന അനന്തര സ്വത്താ, നമ്മളെ കബറിലേക്ക് കിട്ടുന്ന പുണ്യ. ചിലര് പറയാറില്ലേ, ആ വല്യക്കാക്കുള്ള സമയത്ത് എന്ത് രസമായിരുന്നു കുടുംബം, എല്ലാരെയും കൂട്ടി നോമ്പുറപ്പിക്കും, എല്ലാ മക്കൾക്കും ഒരു ചെറിയ പൈസ കൊടുക്കും, എല്ലാരെയും ഒരുപോലെ കാണും, എല്ലാ വീട്ടിലും ഇടക്കിടക്ക് പോവും. ഇപ്പോഴോ ആരും എങ്ങോട്ടും പോകുന്നില്ല, ആരും ആർക്കും നോക്കാൻ നേരല്ല, എല്ലാവരും അവനാന്റെ സൗകര്യത്തിന് ഓടിപ്പാഞ്ഞ് ജീവിക്കുക. അപ്പൊ നമ്മളെ ഈ ദുനിയാവിലുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ചെയ്തു കൂട്ടുന്ന നമ്മളൊരു നല്ല വ്യക്തിയായി കുടുംബത്തിൽ നന്മയോടെ ജീവിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞൊരു ചരിത്രമല്ലേ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ ബീവിനെയാണ് അലി റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ ഇങ്ങനെ ഒരിക്കൽ തലവെച്ച് കിടക്കുന്ന ഫാത്തിമ ബീവി ചോദിക്കുന്നുണ്ട്, അലി ഞാൻ മരിച്ച അങ്ങോട്ട് വേറെ കെട്ടുവോ? ഈ ചോദ്യം ചിലപ്പോൾ നമ്മളെ പെണ്ണുങ്ങൾ നമ്മളോട് ഒരിക്കലുണ്ടാവും, നിങ്ങൾ വേറെ കെട്ടുവോ എന്ന്. ഇല്ലാന്നൊക്കെ ആദ്യം പറയെങ്കിൽ ഒരു 6 മാസം, മനുഷ്യന്റെ പ്രകൃതി എങ്ങനെയാ. അലി ആ ചോദ്യം കേട്ടപ്പോ അലി റളിയല്ലാഹു അൻഹു പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവും, കണ്ണിങ്ങനെ നിറയും. എന്നിട്ട് ചോദിക്കുക, എന്തേ ഫാത്തിമ, നിങ്ങൾ പറ അലി, ഞാൻ മരിച്ച അങ്ങോട്ട് വേറെ കെട്ടുവോ, കല്യാണം കഴിക്കുവോ? അലി ബിൻ അബീ താലിബ് ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് കണ്ണീരുമായിട്ട് നിൽക്കുമ്പോ അലി ബിൻ അബീ താലിബിന്റെ താടി ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഫാത്തിമ ബീവി പറയുന്നുണ്ട്, അലി ഞാൻ മരിച്ച അങ്ങോട്ട് കെട്ടണട്ടോ. കെട്ടുന്നത് ആരെയാവണം? എന്റെ മൂത്ത ജ്യേഷ്ഠത്തി സൈനബയുടെ മകൾ യമാമനെ കല്യാണം കഴിക്കാവും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ മകൾ സൈനബ ബീവി, രണ്ടാമത്തത് റുഖിയ, മൂന്നാമത്തത് ഉമ്മു കുൽസും, നാലാമത്തത് ഫാത്തിമ ബീവി. ഈ ഫാത്തിമ ബീവി പറയാണ്, എന്റെ മൂത്ത ഏട്ടത്തി സൈനബയുടെ മകൾ യമാമനെ നിങ്ങൾ കല്യാണം കഴിക്കണം. അത്ഭുതത്തോടെ അലി ബിൻ അബീ ത്വാലിബ് ചോദിക്കുന്നുണ്ട്, എന്തിനു ഫാത്തിമ, എന്തിനു ഫാത്തിമ? ഫാത്തിമ ബീവി കണ്ണുനീരോടെ അലി ബിൻ അബീ ത്വാലിബിനെ അങ്ങനെ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിന്റെ കവളത്തമർത്തി ഉമ്മ കൊടുത്തിട്ട് പറയുന്നുണ്ട്, അലി നിങ്ങളെപ്പോലെ ഒരാൾ എന്റെ കുടുംബത്തിൽ വേണം അലി, നിങ്ങളെ ഞാൻ വേറൊരു കുടുംബത്തിന് വിട്ടുകൊടുക്കൂല അലി. ഞാൻ മരിച്ചിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും കുടുംബത്തിൽ പോയി കെട്ടിയ ആ കുടുംബത്തിലേക്കാവും നിങ്ങൾ, പിന്നെ ഒരാൾക്കും നിങ്ങളെ ഞാൻ കൊടുക്കൂല അലി, നിങ്ങൾ എന്റെ കുടുംബത്തിൽ വേണം. നിങ്ങളെപ്പോലെ കുടുംബം സ്നേഹിക്കുന്ന, നിങ്ങളെപ്പോലെ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുന്ന, നിങ്ങളെപ്പോലെ ഒരു മാന്യൻ നിന്റെ കുടുംബം വിട്ടു പോകരുത് അലി. ഞാൻ മരിച്ചാൽ നിങ്ങൾ പിന്നെ കെട്ടേണ്ടത് നിന്റെ യമാമനെ ആയിരിക്കണം കേട്ടോ. അലി ബിൻ അബീ ത്വാലിബ് പൊട്ടിക്കരയുകയും പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഫാത്തിമ ബീവി മരിച്ചു എന്നുണ്ട്. പിന്നീട് അലി റളിയല്ലാഹു അൻഹു കല്യാണം കഴിക്കുന്നത് ഇതേ യമാമ റളിയല്ലാഹു അൻഹാനെ തന്നെയാണ്. ഞാൻ ഈ ചരിത്രം പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഫാത്തിമ ബീവി പറയുന്ന ഒരു വാക്കില്ലേ, അലി ഞാൻ മരിച്ച നിങ്ങൾ എന്റെ കുടുംബത്തിൽ നിന്ന് കെട്ടണം, നിങ്ങളെപ്പോലെ ഒരാൾ എന്റെ കുടുംബത്തിന്റെ വലിയൊരു സമ്പാദ്യമാണ് അലി, നിങ്ങളെ കിട്ടിയ പടച്ചോന്റെ ഭാഗ്യ അലി. ഇനി നമ്മളൊന്ന് ചോദിച്ചു നോക്കി പെണ്ണുങ്ങളോട്, അല്ലെ ഓട് നമ്മളോട് ചോദിക്കാം മടി തലച്ച്, ഞാൻ മരിച്ച അങ്ങോട്ട് വേറെ കെട്ടുവോ കെട്ടിയാലെന്നൊന്നും പറയണ്ടതിന് ഓള് തന്നെ എന്ത് പറയും, കെട്ടിക്കോളൂ വേണ്ടി നിന്റെ കുടുംബത്തിൽ നിന്ന് ഇനി കെട്ടണ്ട, നിങ്ങളെ ഞാനോ സഹിച്ച്, നിങ്ങൾ വേറെ എവിടെ നിന്നും കെട്ടിക്കോ. ഇനി അഥവാ നമ്മളങ്ങനെ ഓള് നമ്മളോട് പറയാണ്, നിങ്ങൾ എന്റെ ആരെങ്കിലും കെട്ടണട്ടോ, എന്റെ കുടുംബത്തിൽ തന്നെ കെട്ടണട്ടോ എന്നാ നമ്മൾ മനസ്സുകൊണ്ട് എന്താ ആലോചിക്കാം, ഇനി എന്റെ കുടുംബത്തിൽ നിന്ന് കെട്ടാനോ, ഒന്ന് തന്നെ കെട്ടിയിട്ട് ഇങ്ങനെ എന്ന് ചിന്തിക്കും. നമ്മളെ ജീവിതത്തിന്റെ സമ്പാദ്യം, നമ്മളുടെ ജീവിതത്തിന്റെ വ്യക്തിത്വം, അത് അള്ളാനെ സ്നേഹിച്ച് ദുനിയാവിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അതൊരു മനുഷ്യന് കിട്ടുന്നത് അവന്റെ ഇബാദത്ത് കൊണ്ട് തന്നെ, അതോടൊപ്പം അവന്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കുമ്പോഴാണ്. ആ കുടുംബത്തിൽ നമ്മൾ, അതുകൊണ്ടാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളിൽ ഏറ്റവും നല്ലവനാരാ, നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും മനോഹരമായി പെരുമാറുന്നു, നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും മര്യാദയോടെ പെരുമാറുന്നവൻ. നിങ്ങളിൽ ഏറ്റവും നല്ല പുരുഷനാരാ, സ്വന്തം ഭാര്യയോട് ഏറ്റവും ഭംഗിയായി പെരുമാറുന്നവൻ. നിങ്ങളിൽ ഏറ്റവും നല്ല ഭാര്യ ആരാ, ഭർത്താവിന്റെ മനസ്സറിഞ്ഞ് ചേർന്ന് നിന്ന് അവനെ സമാധാനിപ്പിക്കുന്നവൻ. എത്ര മനോഹര നോക്കൂ നിങ്ങൾ കുടുംബം. ആ കുടുംബം എന്ന സ്വർഗം ദുനിയാവിൽ പടച്ചോൻ തന്നിട്ട് അത് സ്വർഗമാക്കാൻ പറ്റാത്ത നമ്മളാണ് പടച്ചോന്റെ സ്വർഗത്തിന് വേണ്ടിയിട്ട് ഇബാദത്ത് കൊണ്ട് പരക്കം പായുന്നത്. ചില ഭാര്യമാരൊക്കെ പറയും, നല്ല പിയ്യാപ്പഴയാ, നിസ്കരിക്കാനും നോമ്പ് വെക്കാനൊക്കെ, പിന്നെ എന്താ കുഴപ്പം, മൂക്കത്താ ദേഷ്യം, ചൂടായാ പിന്നെ ഭ്രാന്തനാണ്. അതിന്റെ അർത്ഥം ഓൻ അന്നുക്കാരൻ തന്നെ ഉള്ളൂ. ഓൻ അള്ളാന്റെ അടുത്തേക്ക് കുടുംബത്തെ സംവിധാനിക്കാൻ പറ്റിയിട്ടില്ല. ആ കുടുംബത്തെ സംവിധാനിക്കാത്തവന് ഒരിക്കലും റബ്ബിന്റെ മുൻപിൽ ഇബാദത്ത് കൊണ്ട് പിടിച്ചെടുക്കാൻ പറ്റൂല. കാരണം അള്ള ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നമസ്കാരം പോലെ തന്നെ അള്ള ഓർമ്മപ്പെടുത്തിയ ഒരു വാക്കുണ്ട്, നിങ്ങളുടെ കുടുംബത്തെ പറ്റിയും അള്ള ചോദിക്കും. ആ ചോദ്യത്തിനും കൂടി ഉത്തരം കൊടുക്കാൻ പറ്റിയാലേ നമസ്കരിച്ചതിന്റെയും നോമ്പ് നോറ്റതിന്റെയും ഒക്കെ കൂലി അള്ള പരലോകത്ത് നിങ്ങൾക്ക് വകവെച്ച് തരികയുള്ളൂ എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ രക്ഷിതാക്കളും ഓരോ മക്കളും കൽബ് തുറന്നൊന്ന് ചിന്തിച്ചു നോക്കണം. നാളെ അള്ളാഹുവിന്റെ മുൻപിലെത്തുമ്പോ, എന്റെ മുൻനിർത്തി പടച്ചറബ് ചോദ്യം ചെയ്യപ്പെടുമ്പോ
എന്റെ മാതാപിതാക്കളോട്, എന്റെ കുടുംബത്തോട് ഏറ്റവും മനോഹരമായി പെരുമാറി എല്ലാ ബന്ധങ്ങളെയും ചേർത്ത് പിടിച്ച് ഒരാളോടും അലോഗ്യം കാണിക്കാതെ, ഒരാളെ കുറിച്ച് മനസ്സിൽ പക കൊണ്ട് നടക്കാതെ, ഒരു ബാധ്യതയോ ഒരു വേദനയോ ഒരു പ്രയാസമോ ഒരാളുടെ ജീവിതത്തിലും വരുത്താതെ അവസാനം റബ്ബിന്റെ മണ്ണിലേക്ക് ഏറ്റവും നല്ല ഹൃദയത്തോടെ മടങ്ങിയവനാണ് ഞാൻ എന്ന് പറയാൻ പറ്റിയ ഖബർ എന്ന ലോകം മുതൽക്ക് നമ്മൾ ജീവിച്ചു തുടങ്ങും അള്ളാന്റെ സ്വർഗത്തിൽ. അല്ലെങ്കിൽ ദുനിയാവിൽ നാട്ടുകാർ പറയും നല്ല മനുഷ്യനായിരുന്നു കേട്ടോ, നല്ല ദീനായിരുന്നു, പക്ഷെ കുടുംബത്തിൽ അയാൾ വലിയ സംഭവമൊന്നും അല്ലായിരുന്നു എന്ന് പറഞ്ഞാലും ഖബറിൽ വലിയ സൗകര്യം കിട്ടൂല. ഇനി ഇതേപോലെ തന്നെ തിരിച്ചു മക്കളോട്, പിന്നെ നമ്മളൊരു വാപ്പയായി, മകന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആവുന്നത് ഒരു ഭർത്താവാണ്. ആ ഭർത്താവ് എന്ന ജീവിതത്തിൽ അള്ളാഹ് നൽകുന്ന ഏറ്റവും വലിയ പരിഗണനയാണ് വാപ്പയാവുക എന്നുള്ളത്. ഇന്ന് ഞാൻ പറയാറുണ്ട്, ഈ കേൾക്കാൻ അറയ്ക്കുന്ന വാർത്തകളൊക്കെ നമ്മളിടയിലേക്ക് വന്നത് അല്പകാലങ്ങളായിട്ടേ ഉള്ളൂ. 5-8 കൊല്ലങ്ങൾക്ക് മുൻപ് കേരളക്കരയിലേക്ക് വന്നൊരു ലിബറൽ മനോഭാവമാണ് ഇന്ന് ഈ ലഹരി എന്ന മഹാവിപത്തും ഇത്തരത്തിലുള്ള ജീർണതയിലേക്കും നമ്മളെ നാടിനെ കൊണ്ടെത്തിച്ചു. ഒരു സംശയവുമില്ല. ഇതിനേക്കാൾ ഏറെ പരസ്പരം സ്നേഹിച്ചും മക്കൾ 10 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തിയും രാത്രി പുറത്തിറങ്ങാൻ പേടിച്ചും ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ജീവിതത്തിന്റെ ആസ്വാദനവും ലോകത്തിന്റെ സന്തോഷവും കൂടിയപ്പോ ഒരു രക്ഷിതാക്കൾക്ക് പോലും മക്കളെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. മക്കളൊക്കെ വഴിവഴച്ചു പോകുന്നു, മക്കളൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ആശങ്കപ്പെടണ്ട. എല്ലാ മക്കളും വഴിവഴച്ചിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ വീട്ടിലെ മക്കളെ പരിഗണിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ നാട്ടുകാരെ മക്കളെ ഒന്നും പരിഗണിക്കണ്ട. സ്വന്തം വീട്ടിലുള്ള മകനെ ഒന്ന് അടുത്തിരുത്തി 10 മിനിറ്റ് സംസാരിക്കാൻ, അവന്റെ സങ്കടങ്ങൾ അറിയാൻ, അവന്റെ ഇപ്പോഴത്തെ കൂട്ടുകെട്ടുകൾ അറിയാൻ, അവന്റെ രാവും പകലും അറിയാൻ, അവന്റെ മൊബൈൽ ഫോൺ അറിയാൻ, അവന്റെ വിഷമങ്ങൾ അറിയാൻ ഒരു 10 മിനിറ്റ്, ഒരു 1/4 മണിക്കൂർ ആ മക്കളെ എടുത്ത് ഇരുന്ന് നോക്കിയിട്ടുണ്ടോ? ഗൾഫിൽ നിന്നൊക്കെ നാട്ടിക്ക് ഫോൺ വിളിക്കുന്ന വാപ്പാര് ആദ്യം തന്നെ മക്കൾ ഉമ്മനെ പറഞ്ഞേൽപ്പിക്കുന്നതാ, ഞാൻ ഉറങ്ങിയെന്ന് പറയും, അല്ലെ ഞാൻ പുറത്താന്ന് പറയും. അതുകൊണ്ട് തന്നെ എന്താ, വാപ്പാന്റെ പൈസ എത്തുന്നുണ്ട്, മക്കൾ ഇവിടെ തോന്നിയ മാതിരി ജീവിക്കുന്നുണ്ട്. ഓരോ രക്ഷിതാക്കളും ചിന്തിക്കേണ്ട ഒരു പ്രായമുണ്ട്. നമ്മൾ പറയാറുണ്ട്, ചില രക്ഷിതാക്കൾ ആവേശത്തോടെ പറയും, മോനെ ഞാൻ 7ാം ക്ലാസ് വരെ മദ്രസയെ പറഞ്ഞയച്ചിട്ടുണ്ട്. കുറ്റം പറയല്ലോ കേട്ടോ, അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. മുജാഹിദ് മദ്രസയിൽ ഞങ്ങൾ 7ാം ക്ലാസ് വരെ മക്കളെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഈ 7ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടീന്റെ ഏത് പ്രായ? 12 വയസ്സാണ്. 12 വയസ്സ് എന്ന് പറഞ്ഞാൽ കുട്ടിയാവുന്ന പ്രായം. അന്ന് അവൻ ചെറിയൊരു പൈതല, ഒരു കുഞ്ഞനാ. അവന്റെ ബുദ്ധി വളരുന്ന ഒരു പ്രായമുണ്ട്, ടീനേജ് പ്രായം. അവന്റെ വികാരം വളരുന്ന ഒരു പ്രായമുണ്ട്, ടീനേജ് പ്രായം. അതേതാ പ്രായം? 13, 14, 15 മുതൽ 20 വരെ. ആ ടീനേജ് പ്രായത്തിൽ മക്കളുടെ ഹൃദയവും വികാരവും വളരുമ്പോ അവർക്ക് എന്തിനോടും ആവേശം തോന്നും, അവർക്ക് എന്തും ആസ്വദിക്കാൻ തോന്നും. ശരീരം അതിന്റെ അടയാളങ്ങൾ കാണിച്ചു തുടങ്ങും. പലതിനോടും മോഹം തോന്നും. അവർ സ്വയം ഒരു വാപ്പയാവാൻ, ഹീറോയാവാൻ ശ്രമിക്കും. ആ കാലഘട്ടമാണ് ടീനേജ് പ്രായം. ആ ടീനേജ് പ്രായത്തിലുള്ള മക്കൾക്ക് വേണ്ടി കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം കൊണ്ടുവന്നു കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ, CRE. ആ 13 വയസ്സ് മുതലുള്ള മക്കൾക്ക്, 7ാം ക്ലാസ് കഴിഞ്ഞ മക്കൾക്ക് പിന്നീട് മുൻപോട്ട് അവരുടെ മതവിദ്യാഭ്യാസം ഭംഗിയാവാൻ. നമ്മളെ മക്കൾ അവിടെ ഇല്ല ഉണ്ടോ? ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് മനുഷ്യന്റെ ചിന്തകൾ മാറുന്ന, അമ്മാനെ വെട്ടിക്കൊന്ന മകനെ കുറിച്ച് പോലും നാട്ടിൽകാർ പറയും, ഉമ്മയും പറയായിരുന്നു 10ാം ക്ലാസ് വരെ നല്ല മോനായിരുന്നു, പിന്നീടാണ് അവന്റെ സ്വഭാവം മാറിയത്. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എത്തുമ്പോൾ ചോദ്യം ചെയ്യപ്പെടലുകൾ കുറയുമ്പോൾ, അധ്യാപകർക്ക് പരിമിതികൾ ഉണ്ടാകുമ്പോൾ ആ മക്കൾ ആസ്വാദന ലോകത്തേക്ക് പോകുന്നത് തടയാൻ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഹൈസെക് സംഘടിപ്പിച്ചു മുജാഹിദ് പ്രസ്ഥാനം. നമ്മളെ മക്കൾ ഉണ്ടായിരുന്നു അവിടെ. പ്രൊഫഷണൽ മേഖലകളിൽ എത്തിയപ്പോൾ പ്രോഫ്കോണുകൾ സംഘടിപ്പിച്ചു. സയൻസ് മേഖലയിലുള്ള മറ്റ് വിദ്യാർത്ഥികൾക്ക് സയൻസ് സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു. യുവത്വത്തിലേക്ക് എത്തുമ്പോൾ യൂത്ത് മീറ്റുകൾ സംഘടിപ്പിച്ചു. അവിടെ ഒന്നും നമ്മളെ മക്കളില്ല, മക്കളെ പറഞ്ഞേക്കാനും പറ്റിയിട്ടില്ല. എന്നിട്ട് ഇപ്പൊ ആശങ്കപ്പെടുകയാണ്, എന്ത് മക്കളെ ഒരു പോക്കേ എന്ന്. ലിബറൽ മനോഭാവം അത്രയേറെ നമ്മളെ മക്കളുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലിബറൽ മനോഭാവത്തിന്റെ ഏറ്റവും വലിയ അടയാളം എന്താണെന്നറിയോ? അവന്റെ ഹൃദയത്തിൽ കുത്തിവെക്കും മതം പ്രശ്നമാണെന്ന് വരുത്തി തീർക്കും. ഇന്ന് അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിരീശ്വരവാദികൾ, എത്തിസ്റ്റുകൾ വിഹരിക്കുന്ന കേരളം. ഓരോ മക്കളെയും ക്യാമ്പസുകളിൽ കൃത്യമായ റിക്രൂട്ട്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ചൂഷണം ചെയ്ത് മതബോധത്തിൽ നിന്നും മക്കളെ തിരസ്കരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? അവരെ വിശ്വാസി അല്ലാതാക്കുക എന്നുള്ളത് മാത്രമല്ല, അവനെ ലിബറലാക്കുക എന്നുള്ളത് കൂടിയാണ്. ഒരു ക്യാമ്പസിൽ കയറിച്ചേരുന്ന മക്കളുടെ ഹൃദയത്തിൽ കുത്തിവെക്കപ്പെടുന്ന ദുഷിച്ച ചിന്ത. കാരണം എന്താ?
മതവിശ്വാസം അല്ലെങ്കിൽ ഒരാൾക്ക് എന്തും ചെയ്യാം. ഞാൻ എന്തുകൊണ്ടാ കള്ളു കുടിക്കാത്ത? എന്റെ വാപ്പടോ കുടിക്കരുത് എന്ന് കുടിക്കല്ലേ എന്ന് പറഞ്ഞതുകൊണ്ടല്ല. എന്റെ മതം എന്നെ വിരോധിച്ചു, കള്ള് ഹറാമാണ്. ഞാൻ എന്തുകൊണ്ടാ വ്യഭിചരിക്കാത്ത? എന്റെ റബ്ബിനോട് പറഞ്ഞു ഇന്നഹു കാന ഫാഹിഷത്തൻ, അതൊരു ഏറ്റവും മ്ലേച്ഛ ഏർപ്പാടാ. എന്തുകൊണ്ടാ ഞാൻ ഇന്ന വൃത്തികേടുകളൊന്നും ചെയ്യാത്ത? റബ്ബിനോട് പറഞ്ഞു അത് ചെയ്യരുതെന്ന്. ശരി, ആ റബ്ബ്, ആ ദീനാണ് എന്നെ അത് പഠിപ്പിച്ചതെങ്കിൽ ആ ദീന് ഞാൻ വേണ്ടാന്ന് വെക്കുന്നു. മതമാണ് പ്രശ്നം, അതുകൊണ്ട് മതം വിട്ടാ എനിക്ക് സുഖ. എന്നെ പർദ്ദടാൻ പഠിപ്പിച്ചതാരാ? എന്റെ ദീന്. എന്നോട് ഇതൊക്കെ മറച്ചടക്കണം എന്ന് പറഞ്ഞതാരാ? ദീന്. ശരി, ദീനാണ് പ്രശ്നം, ദീന് വിട്ടോ. ദീന് വിട്ടാ പിന്നെന്തായി? എനിക്ക് കുടിക്കാം, എനിക്ക് വ്യഭിചരിക്കാം, എനിക്ക് പെണ്ണിന്റെ വസ്ത്രം ഇടാം, എനിക്ക് എന്ത് തോന്നിയാസം ചെയ്യാം. കാരണം എനിക്ക് ദീനിന്റെ കെട്ടിക്കൊടുക്കലുകളില്ല. ആ തിരിച്ചറിവ്, ആ ദീനില്ലായ്മ വരുത്താനാണ് കഴിഞ്ഞ 8 വർഷങ്ങളായിട്ട് ഇവിടെ ലിബറലുകൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ പണിയുടെ കൊയ്ത്താണ്, വിളയാണ് ഇന്ന് ലോകം, കേരളക്കര ആസ്വദിച്ചരിഞ്ഞുകൊണ്ടിരിക്കുന്നു. 26 വയസ്സുള്ള പെൺകുട്ടികൾ പോലും വിവാഹത്തെ വെറുക്കാൻ തുടങ്ങി. സ്വന്തമായി പഠിച്ച് 2 കാലിൽ നിന്ന് ഭർത്താവിനെ ഞാൻ നോക്കിക്കോളാം, പിന്നെ കല്യാണം കഴിച്ചാൽ കിട്ടുന്ന സുഖത്തിനൊന്നും കെട്ടൊന്നും വേണ്ടല്ലോ, ഡേറ്റിംഗ് നടത്തിയാൽ മതി, അല്ലെങ്കിൽ കുറച്ചാൽ ഒരുമിച്ച് ജീവിച്ചിട്ട് പിന്നെ പറ്റേലെ അങ്ങ് ഒഴിവാക്കിയാൽ മതി എന്ന മനോഭാവത്തിലേക്ക്, ലിബറൽ മനോഭാവത്തിലേക്ക് മക്കൾ മാറുന്നുണ്ടെങ്കിൽ വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ ദുരന്തമാണ് അത് അനുഭവിപ്പിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മക്കളോട് നീതി കാണിക്കുന്ന വാപ്പയും മെയ്യാവാന്ന് പറഞ്ഞാൽ നേരത്തിന് സമ്പാദിച്ച് അധ്വാനിച്ച് തിന്നാൻ കൊണ്ട കൊടുക്കലും മാത്രല്ല, മറിച്ച് അള്ളാഹുവിനെ പറ്റി ബോധമുണ്ടാക്കി കൊടുത്ത് മക്കളെ ആഖിറത്തിന് വേണ്ടി ഒരുക്കാൻ വേണ്ടി ഏതറ്റം വരെയും ഒരു വാപ്പാക്കും ഉമ്മാക്കും പരിശ്രമിക്കാൻ പറ്റിയ, ദുനിയാവിൽ അവൻ തോറ്റെന്ന് ഏത് കുടുംബക്കാരൻ പറഞ്ഞാലും നാളെ പടച്ചോന്റെ അടുത്ത് ആ മക്കളെ വിജയിപ്പിച്ച് അള്ളാഹു നിങ്ങൾക്കൊരു സമ്പാദ്യാക്കി തരും. ആ തിരിച്ചറിവോടുകൂടി മക്കൾ. അതുകൊണ്ട് ആ മദീനത്തെ പള്ളിയിൽ ഒരായത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതുന്നത് എന്നാണോ അന്ന് സഹാബാക്കൾ ബോധം കെട്ടുകയും. ഏതായത്ത്? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅ്സൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലയോ വിശ്വാസികളെ, ഇത് നമ്മളെ ആ റബ്ബ് വിളിക്കുന്നത്, അവിശ്വാസികളെ അല്ല. യാ അയ്യുഹൽ കാഫിറൂൻ അല്ലാഹ് വിളിച്ചിട്ടുണ്ട്. യാ അയ്യുഹൻ നാസ്, മതബോധമൊന്നും ഇല്ലാണ്ട് നടക്കുന്ന വെറും പേട്ട് മനുഷ്യരെ എന്നും അല്ലാഹ് വിളിച്ചിട്ടുണ്ട്. യാ അയ്യുഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ അല്ലാഹ് വിളിച്ചിട്ടുണ്ട്. അതേ വിളി അല്ലാഹ് വിളിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലാഹുവിനെ ബോധമുള്ള മനുഷ്യരെ, മരണം ബോധമുള്ള മനുഷ്യരെ, അള്ളാന്റെ സ്വർഗ നരകങ്ങളെ കുറിച്ച് പഠിച്ച മനുഷ്യരെ, ഈ ലോകത്തിന്റെ അപ്പുറം അള്ളാന്റെ ഒരു ലോകമുണ്ടെന്ന് വിശ്വസിക്കുന്ന മനുഷ്യരെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെ മാത്രം രക്ഷപ്പെടുത്തിയാ പോരാ. വാപ്പ നല്ല ദീനായിരുന്നു, ഉമ്മ നല്ല ദീനായിരുന്നു, വാപ്പ എല്ലാ വക്തിനും വരികയായിരുന്നു, ഉമ്മ എല്ലാ ഖുർആൻ ക്ലാസ്സിലും പങ്കെടുക്കായിരുന്നു എന്ന് പറഞ്ഞാ പോരാ. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളെ മക്കളെ അല്ലാഹ് നിങ്ങളെ ഏൽപ്പിച്ചു തന്നതാ. മക്കളില്ലാത്ത ആയിരക്കണക്കിന് ഇണകൾ മക്കളെന്ന ആ സന്തോഷത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോ മക്കളെന്ന അനുഗ്രഹം തന്ന് ദുനിയാവിന് നിങ്ങൾക്ക് ജീവിതത്തിന്റെ സന്തോഷം നൽകിയ റബ്ബ് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, ആ മക്കളെയും നിങ്ങളെ മുൻനിർത്തി അല്ലാഹ് ചോദിക്കുമ്പോ ആ മക്കൾ പറയാൻ പാടില്ല, പടച്ചോനെ എനിക്ക് തന്ന ഏറ്റവും വലിയ പരീക്ഷണം എന്താണെന്നറിയോ? അത് ഞങ്ങളെ സൂക്കേടല്ല, ഞങ്ങളെ ദാരിദ്ര്യമല്ല, നീ ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ പരീക്ഷണം, ഞങ്ങൾക്ക് കിട്ടാവുന്ന ദുനിയാവിലെ ഏറ്റവും വലിയ ശാപം ഈ വാപ്പന്റെ ഇമ്മന്റെയും മക്കളായി പോയതാന്നൊരു മക്കള് പറഞ്ഞ അതോടെ തീരും ആഖിറത്തിൽ എല്ലാ പവറും. ഈ വാപ്പനെയും ഇമ്മനെയും കിട്ടിയതാ ഞങ്ങൾ ഏറ്റവും വലിയ സങ്കടം എന്നൊരു മക്കള് പറഞ്ഞ അത് പറയിപ്പിക്കും പടച്ചോൻ. അള്ളാഹു എന്തൊക്കെ നൽകിയിട്ടും അനുഗ്രഹിച്ചിട്ടും പടച്ചോനെ സ്നേഹിക്കുന്ന ഒരു കുടുംബാക്കി മാറ്റാൻ പറ്റിയിട്ടില്ലേ? ആ ദുനിയാവിൽ നിന്ന് തിരിച്ചു പോകുമ്പോ പോലും അതിന്റെ അടയാളം അള്ളാഹു നമ്മളിൽ ബാക്കിയാക്കുന്ന. അതുകൊണ്ടാ മരിച്ച വാപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന മക്കള് കുറവാ, നിസ്കരിക്കാൻ അറിയുന്ന മക്കള് കുറവാ, എങ്ങനെ കബറിലേക്ക് കടത്തണം എന്ന് പോലും അറിയുന്ന മക്കള് കുറവാ. ഞാനിത് കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ലോ. നമ്മളൊന്ന് വീട്ടിൽ ചെന്ന് ചോദിച്ചു നോക്കി. നമ്മളൊന്ന് മരിച്ചു കഴിഞ്ഞാൽ എത്ര ഭംഗിയിലാ നമ്മളെ മക്കള് നമ്മളെ മയ്യത്ത് കുളിപ്പിക്കാന്ന്. ഫാത്തിമ ബീബി മരിച്ചപ്പം അലി ബിൻ അബീ താലിബ് ഹസൻ ഹുസൈനോട് ചോദിക്കുന്നുണ്ട്, മക്കളെ ഉമ്മാനെ കുളിപ്പിക്കണ്ടേന്ന്. അവസാനം 3 പേരും കൂടി വരിക ഫാത്തിമ ബീവിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ. ഹസനും ഹുസൈനും ഉമ്മാനെ കുളിപ്പിച്ച് വെള്ളക്കുപ്പായ അടിയിച്ചിട്ട് കൊണ്ടുവെക്കുമ്പോ പറയുന്നുണ്ട്, വാപ്പാ നിങ്ങളെ കൂടെ പോന്ന മണവാട്ടിയേക്കാൾ മണവാട്ടിയായിട്ടുണ്ട് ഞങ്ങളെ ഉമ്മാന്ന്.
എത്ര മനോഹരാണത്. അവസാനം രണ്ടുപേരും തോളിലെടുത്ത് 4 പേരും കൂടി മണ്ണ് കൊണ്ടുവച്ച് ഉമ്മാന്റെ മയ്യത്തിന്റെ മേലേക്ക് മണ്ണ് വാരിയിട്ട് തിരിഞ്ഞു നടക്കുമ്പോ ഹസനും ഹുസൈനും അലി ഇബ്നു അബീ ത്വാലിബും കരഞ്ഞിട്ടില്ല എന്നാണ്. ഉമ്മയെ സ്വർഗത്തിൽ വെച്ച് കാണാന്നുള്ള പ്രതീക്ഷയിലാണെന്നാണ് അവര് രേഖപ്പെടുത്തിയത്. ഞാനും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ കബറിൽ കൊണ്ടുവച്ച് മക്കൾ പോകുമ്പോ മക്കൾക്ക് ഉണ്ടാവുമോ പ്രതീക്ഷ, വാപ്പാനെ സ്വർഗത്തൊക്കെ വെച്ച് കാണാന്ന്? ഇനി പോകുന്ന ഞമ്മക്കുണ്ടോ മക്കളെ സ്വർഗത്തിൽ വെച്ച് കാണാന്നൊരു തോന്നല്? ദുനിയാവ് ഏത് നിമിഷവും അവസാനിക്കുന്ന ഒരു ലോക. ഇവിടുന്ന് കൊണ്ടുപോകാനുള്ളത് ഈ അള്ള തന്ന കുടുംബം എന്ന മഹാസൗഭാഗ്യ. അള്ളാഹുവിന്റെ കബറിലേക്ക് കടക്കുമ്പോൾ ഉപകാരപ്പെടുന്ന പ്രാർത്ഥനകളിൽ ഒന്നുപോലും വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അള്ളാഹുവിന്റെ മുൻപിൽ കയ്യും നീട്ടി സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥനയാണ് അള്ളാഹു ഒരിക്കലും തള്ളാത്തതെന്നും കബറിൽ അനുഭവിക്കുന്ന വേദനക്ക് പോലും പടച്ചോൻ കുറവ് കൊടുക്കുന്നത് മക്കളുടെ പ്രാർത്ഥനക്കാണെന്നുമൊക്കെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടും സ്വന്തം മക്കളിൽ നിന്ന് അത് ആഗ്രഹിക്കുന്ന ഒരു മനസ്സും പ്രാർത്ഥനയും ഒരു മുന്നൊരുക്കവും നടത്താൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മളെപ്പോലെ വിഡ്ഢികൾ ദുനിയാവിൽ വേറുണ്ടോ? നമ്മളെപ്പോലെ വിഡ്ഢികൾ ഈ ദുനിയാവിൽ വേറുണ്ടാവുമോ? ആകെ കിട്ടാവുന്നത് ഇന്നതൊക്കെയാന്ന് അള്ള പറഞ്ഞു തന്നു. അതിനൊന്നും മെനക്കെടുന്നില്ല. പിന്നെ എന്തിനാ മെനക്കെടുന്നത്? പരസ്പരം മത്സരിച്ച് ഈഗോ കാണിച്ച് ദുനിയാവ് വെട്ടിപ്പിടിച്ച് ജീവിക്കും. അതെല്ലാവർക്കും കുറെയൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞതും വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. പരസ്പരം പെരുമ നടിക്കുന്നു, ഈഗോ കാണിക്കുന്നു, മത്സരിക്കുന്നു, തമ്മു തല്ലുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അലോക്യത്തിലാവുന്നു, പക കാണിക്കുന്നു, കൊല്ലുന്നു, കൊല്ലിക്കുന്നു, അങ്ങനെ മരിച്ചു പോകുന്നു. അതൊക്കെ ഗുണമുള്ളതാ? ഒക്കെ ഗുണമില്ലാത്തതാ. എന്താ ഇപ്പൊ ഗുണമുള്ളത്? മക്കള്, കുടുംബം, ഭാര്യ, വാപ്പ, ഉമ്മ, സ്നേഹം, പരിഗണന, അനുകമ്പ, ഇതൊക്കെ ഗുണമുള്ളതല്ലേ? അതൊക്കെ ഉണ്ടോ? അതൊന്നുമില്ല. ഞാൻ അവസാനിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നല്ല വാപ്പയാവണേ നമ്മൾ ആദ്യം നല്ലൊരു ഭർത്താവാകണം. നല്ലൊരു ഉമ്മയാവണമെങ്കിൽ നല്ലൊരു ഭാര്യയാവണം. എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വില നിശ്ചയിക്കപ്പെടേണ്ടത് എന്റെ വീട്ടിലുള്ള ഭാര്യയാവണമെന്ന് ഹബീബായ നബി തങ്ങൾ പറയാനുള്ള കാരണവും അതാണ്. പരസ്പരം പരിഗണിക്കുന്ന, മനസ്സിലാക്കുന്ന, അറിയുന്ന, റബ്ബിനു വേണ്ടി സ്നേഹിക്കുന്ന, നാഥന്റെ സ്വർഗത്തിൽ എത്തിക്കണം എന്ന പ്രതീക്ഷയോടുകൂടി കുടുംബത്തെ ചിട്ടപ്പെടുത്തുന്ന നല്ല കുടുംബങ്ങളാവാൻ നമ്മളെ കുടുംബങ്ങൾക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം മനോഹരാവും. ഒന്നും തിന്നാൻ കിട്ടിയിട്ടില്ലെങ്കിലും സഹാബാക്കളങ്ങൾ നോക്കൂ, ഒന്നും കയ്യിലില്ലേ, പക്ഷെ എന്ത് രസത്തിൽ അവര് ജീവിച്ച്. എഴുന്നേറ്റ് നിന്ന് ആ തല തട്ടുന്ന ഈത്തപ്പന മറച്ചു വെച്ച കൂരയാ, പക്ഷെ ഒരു കൂരയിൽ നിന്നും തമ്മിൽ ചണ്ടയുടെ അല്ലെങ്കിൽ അലോഗ്യത്തിന്റെ വാക്ക് സഹാബത്ത് കേട്ടിട്ടില്ല. കഴിക്കാൻ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അവർ സ്നേഹത്തോടെ ജീവിച്ചു, പരസ്പരം കൊടുക്കാൻ തയ്യാറായി, ബന്ധങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി സ്നേഹിച്ചു. ഒരൊറ്റ ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നമ്മൾ പറയാറില്ലേ, ഒരിക്കൽ അലി ഇബ്നു അബീ ത്വാലിബിന്റെ കയ്യിലേക്ക് ഫാത്തിമ ബീവിനെ പിടിച്ചെടുക്കുമ്പോൾ റസൂലുള്ള പറയുന്നുണ്ട്, മോളെ ഫാത്തിമ, അലി ദരിദ്രനായിരിക്കാം, അലി പാവപ്പെട്ടവനാണ് മോളെ ഫാത്തിമ, പക്ഷേ ഈ ദുനിയാവിൽ ഫാത്തിമ നിനക്ക് കണ്ടെത്തി തരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഭർത്താവിനെയാണ് മോളെ ഞാൻ കണ്ടെത്തി തന്നത്. ഫാത്തിമ ബീവിനോട് അത് പറഞ്ഞ് റസൂലുള്ള നേരെ അലിന്റെ അരികിൽ ചെന്നിട്ട് പറയുന്നുണ്ട്, അലി, ഫാത്തിമ ഒരു പാവ മോനെ, അവൾക്ക് നീ ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിലും അവളെ മനസ്സ് നീ കരയിപ്പിക്കരുത് കേട്ടോ. മരിക്കുന്നത് വരെ അവരങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു സങ്കടം വരുത്തിയിട്ടില്ല. അതുകൊണ്ടാ ഇന്നും കവികൾക്ക് പാടി വരാത്തൊരു പ്രണയകാവ്യാണ് ഫാത്തിമ ബീവിന്റെ അലിയുടെയും ജീവിതം. നമ്മൾ കാണല്ലേ, കൽബാണ് ഫാത്തിമ, അഴകാണ് ഫാത്തിമ, കുളിരാണ് ഫാത്തിമ. ഇത് അമ്മക്കൊക്കെ ഒരു വെറും ഫാത്തിമയായിരിക്കും, പക്ഷെ അവര് വർണ്ണിച്ചത് ഫാത്തിമ ബീവിന്റെ ജീവിതമാണ്, ഫാത്തിമ ബീവിന്റെയും അലിയാര്യ തങ്ങളുടെയും ജീവിതമാണ്. ഇന്ന് നമ്മൾ കാണുന്നതിനേക്കാളും പ്രണയിച്ച് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു റീല് കാണുമ്പോഴേക്കും ചിലരങ്ങോട്ട് മയങ്ങി വീണുക. അതിനേക്കാളും മനോഹരമായ റീൽസിന്റെ വാക്കായിരുന്നു അന്ന് ഫാത്തിമ ബീവി അലിയാര്യ തങ്ങളും പറഞ്ഞത്. അങ്ങനത്തെ ഒരു വാക്ക് എഴുതാനൊന്നും ഒരു സിനിമക്കാരനെ കൊണ്ടും പറ്റിയിട്ടില്ല, ഒരു റീൽസുകാരനെ കൊണ്ടും പറ്റിയിട്ടില്ല. ഒരിക്കൽ വലിയൊരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഫാത്തിമ അലി ഇബ്നു അബീ ത്വാലിബ് ഇങ്ങനെ ദൂരത്ത് നിന്ന് കാണുകയാണ്. പുലർച്ചെ സുബഹിന്റെ മുൻപ് തഹജ്ജുദിന്റെ സമയമാണ്. ഫാത്തിമ ബീവി ഒരു കൊള്ളിക്കഷണം, അറാഖിന്റെ കൊള്ളിക്കഷണം കൊണ്ട് ഇങ്ങനെ പല്ലേക്കുക വീട്ടിന്റെ മുറ്റത്ത് ദൂരത്തേക്ക് നോക്കിയിട്ട്. അലിക്കറിയാം അലിയെ കാത്തിരിക്കാന്ന്. പക്ഷെ ആ പല്ല് തേക്കുന്ന ആ രംഗം കണ്ടിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് ഇരുട്ടത്തുനിന്ന് വിളിച്ചു പറയും, ഫാത്തിമ, അലിയേക്കാൾ മുൻപ് നിന്റെ ചുണ്ട് കീഴടക്കിയ, നിന്റെ അതരം കീഴടക്കിയ കൊള്ളിക്കഷണത്തോട് പറ പെട്ടെന്ന് മാറാൻ, അല്ലെങ്കിൽ അവനെ ഞാൻ കൊല്ലും. ഒരു പ്രയോഗ, കവിപ്രയോഗ. ഫാത്തിമ, എന്റെ ചുണ്ടത്തുള്ള ആ കൊള്ളിക്കഷണം മാറാൻ പറഞ്ഞോ, അല്ലെ ഓനെ ഞാൻ കൊല്ലും. അത് അലിക്ക് അവകാശപ്പെട്ട അതരമാണ്. ഫാത്തിമ ബി ആ ശബ്ദം തിരിച്ചറിഞ്ഞപ്പോഴേക്കും കൊള്ളി വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, അലി, ആ അതരങ്ങൾ ഒരു രാത്രി മുഴുവനും താങ്കളെ ഓർത്ത് കരയുകയാണ്. ഇതിനേക്കാളും മനോഹരമായ ഏത് പ്രണയകാവ്യ ലോകത്ത് കവികൾ പാടി? ഇതിനേക്കാളും എന്ത് റീൽസാ ഇന്ന് ഇൻസ്റ്റഗ്രാമിലുള്ളത്?
ആ ഫാത്തിമ ബീവിയും അലിയാർ തങ്ങളും മരിക്കുന്ന ആ രംഗത്ത് അതിന്റെ തൊട്ടു മുൻപുണ്ടായ ഒരു ചരിത്രം കൂടിയുണ്ട്. ഫാത്തിമ ബീവി വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അലി ബിൻ അബീ ത്വാലിബ് ആവേശത്തോടെ ഇങ്ങനെ ഓടി വരും. ആ ഓട്ടം കണ്ടാൽ തന്നെ ഫാത്തിമ ബീവിക്ക് അറിയാം എന്തോ അലിക്ക് കിട്ടിയിട്ടുണ്ട്, സാധാരണ കിട്ടാത്ത എന്തോ കിട്ടിയിട്ടുണ്ട്. അലി ബിൻ അബീ ത്വാലിബ് ഇങ്ങനെ ആന്റെ ഈ കുപ്പായത്തിന്റെ മറവ് ഇങ്ങോട്ട് എടുക്കുന്നത് എന്താ? അത്യാവശ്യം പരന്നൊരു റൊട്ടി, ഒരൊറ്റ റൊട്ടി, ഫുള്ള് റൊട്ടി. ആ ഫുൾ റൊട്ടി അവർക്ക് കിട്ടൽ അപൂർവമായിരുന്നു എന്നാ. ആ റൊട്ടി ഇങ്ങനെ കാണിച്ചിട്ട് അലിയാർ തങ്ങൾ പറയും, ഫാത്തിമ എനക്കും മക്കൾക്കും വേണ്ടി ഞാൻ കൊണ്ടുവന്നതാ. സന്തോഷത്തോടെ 4 പേരും ഇരുന്നിട്ട് ആ റൊട്ടി ഇങ്ങനെ പറിച്ച് 4 കഷണാക്കും. ഒരു കഷണം ഹസന് കൊടുക്കും, ഒരു കഷണം ഹുസൈനും കൊടുക്കും. പിന്നെ ഒരു കഷണം എടുത്തിട്ട് ഫാത്തിമാന്റെ കൈമ കൊടുത്ത് ഒരു കഷണം അലി ബിൻ അബീ ത്വാലിബ് എടുത്തിട്ട് ഇങ്ങനെ കടിച്ചിട്ട് പറയും, ഫാത്തിമ കഴിച്ചു. ഫാത്തിമ ബീവി ഇങ്ങനെ വായിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്ക് പൊട്ടി അങ്ങ് കരഞ്ഞു. അലി ബിൻ അബീ ത്വാലിബിന് കരച്ചിൽ വരും. ചോദിക്കും, എന്തിനാ ഫാത്തിമ കരഞ്ഞ്? വയറ് നിറച്ച് ഭക്ഷണം തരാൻ പറ്റാത്ത ഒരു ഭാഗ്യം കെട്ടവനായിട്ട് എന്നെ ഓർക്കുന്നുണ്ടോ ഫാത്തിമാങ്ങി? ഫാത്തിമ ബിയോർ, ഇല്ല അലി, നിങ്ങൾ എന്റെ കൂടെ വന്ന അന്നു മുതൽ മനസ്സുകൊണ്ടും വയറുകൊണ്ടും ഞാൻ സമ്പുഷ്ടയാ, ഞാൻ തൃപ്തയാ അലി, പിന്നെന്തിനാ ഫാത്തിമ നീ കരഞ്ഞ്? ഫാത്തിമ ബിവി ആ റൊട്ടിയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറയും, എനിക്ക് എന്റെ വാപ്പാൻ ഓർമ്മ വന്നു അലി, എന്റെ റസൂലിന് ഓർമ്മ വന്നു. എന്നിട്ട് ആ റൊട്ടി ആയിട്ട് അലിയും ഫാത്തിമയും ഓടുക റസൂലുള്ളാന്റെ അടുത്തേക്ക്. പ്രവാചകൻ ഒരു ഈത്തപ്പനയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാകും. വാപ്പാന്റെ അരികിൽ ചെന്ന് റൊട്ടി കൈമ കൊടുത്തിട്ട് ഫാത്തിമ ബി പറയും, വാപ്പേ ഈ റൊട്ടി കണ്ടപ്പോ എനിക്ക് ഇങ്ങളെ ഓർമ്മ വന്നത്. റസൂൽ പുഞ്ചിരിയോടെ ആ റൊട്ടി ഇങ്ങനെ വാങ്ങി ഒരു കഷണം മുറിച്ച് ഫാത്തിമാന്റെ വായിൽ വെക്കും, ഒരു കഷണം ആയിഷ ബീവിക്ക് കൊടുക്കും, ഒരു കഷണം ഇങ്ങനെ ചീന്തി എടുത്തിട്ട് റസൂൽ പറയുന്നുണ്ട്, ഫാത്തിമ 3 ദിവസത്തിന്റെ അപ്പുറം നിന്റെ വാപ്പയുടെ ആമാശയം കാണുന്ന ആദ്യത്തെ ഭക്ഷണമോളെ ഈ റൊട്ടി. 3 ദിവസമായി ഞാനും ആയിഷയും പച്ചവെള്ളയെ കുടിച്ചിട്ടുള്ളൂ. കരയുന്ന ഫാത്തിമ ബീവിനെ റസൂൽ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിക്കുക. എന്നിട്ട് റസൂൽ പറയുന്നുണ്ട്, ഫാത്തിമ, എന്റെ ഉമ്മത്തിനൊരു കാലം വരും, അന്ന് അവർക്ക് ഭക്ഷണം യഥേഷ്ടം കിട്ടും, മറ്റുള്ള ആളുകളെക്കാൾ അവർ ഭക്ഷണപ്രിയരാകും, ആർത്തി പിടിച്ചതുപോലെ അവർ ഭക്ഷണത്തെ സമീപിക്കും. പക്ഷെ അതിന്റെ അപ്പുറം മാരകമായൊരു ദുരന്തം അവരെ കാത്തിരിക്കുന്നുണ്ടാവും. തോന്നുന്നത് ഇക്കാലാണ്, ഈ കാലഘട്ടം എന്ന് ചിന്തിക്കുന്ന കാലഘട്ടം. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഒരേൽക്കൊന്നും മക്കൾക്ക് മതിയാകുന്നില്ല. പിന്നെ ഇപ്പൊ എന്താ വേണ്ടത്? ബാറ്ററി വെള്ളത്തിലിട്ട് കുഴിപ്പിച്ച് വെച്ച മാങ്ങ കഷ്ണം, എന്തൊന്നു പോലും അറിയാത്ത സാധനം, പെരട്ടി വെക്കുന്ന സാധനം, രാവ് പകലാക്കുന്ന റോഡ് വക്കുകളും തിന്നു തീർക്കുന്ന റമളാനുകളും നമ്മളെ ഇന്ന് ചിന്തിപ്പിക്കുന്നുണ്ടെങ്കിൽ, റസൂൽ അന്ന് കണ്ണീരോടെ പറഞ്ഞൊരു വാക്കഥ, ഫാത്തിമ ഉറപ്പാ മോളെ, പടച്ചോൻ സമ്പത്തോണ്ടിന്റെ ഉമ്മത്തിനെ പരീക്ഷിക്കും, അന്ന് അവർക്ക് ഭക്ഷണം യഥേഷ്ടം ലഭിക്കും. മതിയാവാതെ ബനൂ ഇസ്രായേലിയര് അള്ളാഹിനോട് തർക്കുത്തരം പറഞ്ഞതുപോലെ പടച്ചോൻ കൊടുത്തതിനേക്കാളും മോശമായതൊക്കെ അവര് തിന്നാൻ മത്സരിക്കും. ആ ഒരു അവസ്ഥ നമ്മളെ കുടുംബത്തിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തിന്റെ അവസാനത്തിലേക്കുള്ള യാത്രയായിട്ടുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അത് സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുക. കാരണം അന്ത്യനാള് സംഭവിക്കുക ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർക്കിടയിലാണ്. ഞാനും നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ അത് സംഭവിച്ച അതോടെ കഴിഞ്ഞു. അള്ളാന്റെ കണ്ണിൽ ഏറ്റവും മോശപ്പെട്ട ജനത നമ്മളായി. അങ്ങനെ ആവാതിരിക്കാൻ നമ്മളാൽ കഴിയുന്ന മുന്നൊരുക്കങ്ങളും ത്യാഗവും സൂക്ഷ്മതയും അവനവന്റെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും വരുത്താൻ ശ്രമിക്കണം എന്നോർമ്മപ്പെടുത്തി, അള്ളാഹുവേ, ഈ ഒരുമിച്ചുകൂടലിനേക്കാൾ മനോഹരമായി നിന്റെ സ്വർഗത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കണമേ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സർവ്വ തെറ്റുകുറ്റങ്ങളും പുറത്ത് അതിന്റെ പേരിൽ ദുനിയാവിൽ ആഖിറത്തിൽ നീ പരീക്ഷിക്കാതെ കാരുണ്യം കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെ കൊടുത്തും മക്കളുണ്ടായ രക്ഷിതാക്കൾക്ക് നല്ല നിലയിൽ ആ കുടുംബത്തെ മുൻപോട്ട് നയിക്കാനും നീ തൗഫീക്കും ക്ഷമയും നൽകി അവരോട് നീ കാരുണ്യം കാണിക്കണമേ. മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവർക്കും അവരുടെ ഖബർ നീ വിശാലമാക്കുകയും ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദിൽ അശ്ർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുവേ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചോദിച്ചവരുണ്ട്. അങ്ങേയറ്റം രോഗം ബാധിച്ചവർ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ നീ തൗഫീക്ക് നൽകണമേ. ദാദാ, ദീനിനു വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തുന്ന, സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് ആഫിയത്തും ദീർഘായുസ്സും ഇസ്സത്തും ഇഹലോകത്തും പരലോകത്തും നീ നൽകി ഓരോരുത്തരോടും കാരുണ്യം കാണിക്കണമേ. റബ്ബേ, ഈ ഒരു ഭവനം ഇവിടെ വരാൻ
ഒരുപാട് മോഹിച്ചിരുന്ന പലരും ഉണ്ടായിരുന്നു. മുഹമ്മദ് അടക്കം നാദാ എല്ലാവരുടെയും കബർ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരൊറ്റ കാര്യം കൂടി, ഈ സ്ഥാപനം, നമ്മളെ ഈ ഒരു ഭവനം ഇവിടെ നിന്നു പോകുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം കൊണ്ടാണ്. അതുകൊണ്ടാണ് പലതും നിലനിന്നു പോകുന്നതും. അതുകൊണ്ട് ഒന്നും കൂടി, എന്തൊക്കെയാണോ ആവശ്യങ്ങൾ, എന്തൊക്കെയാണോ നമുക്ക് നടത്താനുള്ളത്, അതിനുവേണ്ടി നിങ്ങളുടെ ഒരു പങ്ക് ഒരു ജാരിയായ സ്വതക്കയായി ഇതിനുവേണ്ടി ചെലവാക്കണം. ഇന്നിവിടെ നടക്കുന്ന കലക്ഷൻ ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ്. സാധിക്കുന്നവർ സഹകരിക്കുക. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.